ഹായ് ഡിയേഴ്സ്, നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായി ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഷോർട്സും വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളിന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ബോയ് ആണ്. അതായത് ക്ലോത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് ഒരു ബട്ടർഫ്ലൈ ഹെയർ ബോ. അതിന് നമുക്ക് വേണ്ട തുണിയാണ് സാറ്റനാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യമായ ബീഡ്സ് എടുക്കുന്നുണ്ട്. വലിയ ബീഡ്സും ഹാഫ് ബീഡ്സാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാഫ് ബീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ഇഞ്ച് ആ ഒരു ഇതിലുള്ളതാണ്. പിന്നെ വരുന്നത് നമ്മൾ ഷുഗർ ബീഡ്സ് എടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളിപ്പോൾ ഒരു ക്രീം ഷെയ്ഡാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ബീഡ്സാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് നേരെ ആക്കി വെച്ചതിന് ശേഷം 4 ചുറ്റിനും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷമുള്ളതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അതിൽ 4 വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു വശം മാത്രമായിട്ട് നമ്മൾ എടുക്കും. എടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്യുക, ഒരിത്തിരി കോളം. കാരണം നല്ല വശം നമുക്ക് മറിച്ച് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ഈ മറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ മറിച്ചെടുത്തേക്കുന്നതിൻ്റെ 4 മൂലയും നമ്മൾ നല്ല രീതിയിൽ കോർണറാക്കി എടുക്കണം. അതായത് ഉള്ളിലോട്ട് ഒരുപാട് ക്ലോത്ത്സ് കയറിയിരിക്കുന്നുണ്ടാവും. ഒന്നില്ലെങ്കിൽ കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ള കമ്പിയോ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ച് ചെയ്യാം. എനിക്കിപ്പോൾ അത് വെച്ചിട്ട് ചെയ്തിട്ടാവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനപ്പോൾ എന്ത് ചെയ്തു, ഒരു സൂചി വെച്ചിട്ട് നമ്മളെല്ലാ കോർണറും വലിച്ച് പുറത്തോട്ടെടുത്ത് കറക്റ്റ് സ്ക്വയർ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ ഞൊറി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ബോയുടെ രൂപത്തിലേക്ക് ആയി കിട്ടും. നമുക്ക് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഞൊറി ഇട്ടാൽ പോരാ, നമ്മളത് ഒരു സൂചിയിൽ നൂല് കോർത്തിട്ട് നമ്മളത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് നൂല് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുത്താലേ അതവിടെ കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. ഓക്കെ, നമുക്കിതിന് ശേഷം നൂല് കൊണ്ട് തന്നെ 2 തവണ ഒന്ന് ചുറ്റി ടൈറ്റാക്കി കൊടുക്കുക. ബാലൻസ് വരുന്ന ക്ലോത്ത്സും അതുപോലെ തന്നെ നൂലും ഒക്കെ നമ്മൾ അപ്പോൾ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഓക്കെ, ഇപ്പം നമുക്കൊരു ബോയുടെ രൂപത്തിലുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നടുക്കത്തെ ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലോത്ത് എടുത്തതിന് ശേഷം അത് ഒന്ന് 4ആക്കി മടക്കി അതൊരു ടൈ പോലെ ആക്കിയെടുക്കുക. അതിന് ശേഷം ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഹെയർ ബുഷാണ് എടുത്തേക്കുന്നത്, അതായത് ഹെയർ ബണ്ണാണ് എടുത്തേക്കുന്നത്. ചിലർ അലിഗേറ്റർ ക്ലിപ്പിലും ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഞാനിത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ബുഷാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് അവളുടെ ഹെയർ എന്ന് വെച്ചാൽ മോൾക്ക് 5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവളുടെ ഹെയറിൽ അലിഗേറ്റർ ക്ലിപ്പിനേലും കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് ഇതുപോലെ ഹെയർ ബൺ കൊടുക്കുന്നതാണ്. ബാലൻസ് വരുന്ന ക്ലോത്ത്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് B7000 എന്ന് പറഞ്ഞിട്ട് ഗ്ലൂ ആണ്. നമ്മളുടെ ബീഡ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ എടുക്കുന്നത്.
നമ്മൾ ബീഡ്സ് ആദ്യം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇയർബഡ്സ് എടുത്തായിരുന്നു, പക്ഷെ അത് വെച്ചിട്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്ത് വലിയ ബീഡ്സ് എല്ലാം നമ്മൾ വെക്കുന്നുണ്ട്. ഒരു സൈഡിൽ നമ്മൾ വെക്കുന്നത് 6 വലിയ ബീഡ്സാണ് വെക്കുന്നത്. അതുപോലെ തന്നെ 2 സൈഡിലും വെക്കാം. അതിന് ശേഷം നമുക്ക് ഇയർബഡ്സ് വെച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഈർക്കിൾ സ്ലൈഡ് ഉണ്ടല്ലോ, ആ സ്ലൈഡിൽ ഒരു ഇത്തിരി പശ തൊട്ടിട്ട് നമ്മൾ ഹാഫ് ബീഡ്സിലൊക്കെ മുട്ടിച്ച് കൊടുക്കുമ്പോൾ അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിക്കാൻ പറ്റും. ഇതുപോലെ അടുപ്പിച്ച് ഒട്ടിച്ചതിന് ശേഷം ചെറിയ ഷുഗർ ബീഡ്സും കൂടെ അതിലേക്ക് ഒട്ടിച്ച് ഫുള്ളാക്കുക. ഫുൾ മാക്സിമം എത്രത്തോളം ബീഡ്സ് നമുക്ക് അതിൽ കയറ്റാമോ അത്രത്തോളം ഭംഗിയ ഒരു ഹെയർ ബണ്ണിന് വരും. ഇതിപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം എല്ലാം മുഴുവനായി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ലുക്ക് വരുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ ഇത് പല കളേഴ്സിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരുടെ സൈസിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഓർഡറൊക്കെ കിട്ടിത്തുടങ്ങി. അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്യും.